ഒരിടവേളയ്ക്ക് ശേഷം ജയലളിതയുടെ കൊലപാതകം വീണ്ടും ചർച്ചയാവുകയാണ്. ജയലളിതയുടെ വേനൽക്കാല വസതിയായ കൊടനാട് എസ്റ്റേറ്റിലെ കവർച്ചയ്ക്കും കൊലപാതകങ്ങൾക്കും പിന്നിൽ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയാണെന്ന് വെളിപ്പെടുത്തിയ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ മൊഴി പുറത്തു കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകർക്കെതിരെയും കേസ് ചുമത്തി. 2 വർഷം മുൻപ് നടന്ന കവർച്ചയിലും ദുരൂഹമരണങ്ങളിലും CBI അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട DMK നേതാക്കൾ നാളെ ഗവർണറെ കാണും. എസ്റ്റേറ്റിൽ ജയലളിത സൂക്ഷിച്ചിരുന്ന രഹസ്യരേഖകൾ കവരാൻ 2017 ഏപ്രിലിൽ എടപ്പാടി പളനിസ്വാമി ആസൂത്രണം ചെയ്തതാണ് കവർച്ചയെന്നും തെളിവുകൾ നശിപ്പിക്കാനായിരുന്നു തുടർ കൊലപാതകങ്ങളെന്നും കഴിഞ്ഞ ദിവസമാണ് ദില്ലിയിൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രതികൾ വെളിപ്പെടുത്തിയത്. പളനിസ്വാമിയുടെ നിർദ്ദേശപ്രകാരം ജയലളിതയുടെ മുൻ ഡ്രൈവർ കനകരാജിന്റെ നേതൃത്വത്തിലാണ് തങ്ങൾ കവർച്ച നടത്തിയതെന്നായിരുന്നു കേസിലെ പ്രതികളും മലയാളികളുമായ ഇരിങ്ങാലക്കുട സ്വദേശി KV സയൻ, വാളയാർ മനോജ് എന്നിവരുടെ വെളിപ്പെടുത്തൽ. 2000 കോടിയോളം രൂപ എസ്റ്റേറ്റിലുണ്ടായിരുന്നെങ്കിലും ചില രേഖകൾ മാത്രം എടുക്കാനായിരുന്നു നിർദ്ദേശം. പ്രതിഫലമായി 5 കോടിയായിരുന്നു വാഗ്ദാനം. കവർച്ചയ്ക്കിടെ ബന്ദിയാക്കിയ എസ്റ്റേറ്റ് കാവൽക്കാരൻ റാം ബഹദൂർ ദിവസങ്ങൾക്കകം കൊല്ലപ്പെട്ടിരുന്നു. പിന്നീട് കനകരാജ് ബൈക്ക് അപകടത്തിൽ മരിച്ചു. പിന്നാലെ പ്രതികളിൽ ഒരാളായ സയണും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് ഭാര്യയും കുഞ്ഞും മരിച്ചു. എസ്റ്റേറ്റിലെ CCTV ഓപ്പറേറ്ററും കൊല്ലപ്പെട്ടു. ജയലളിതയുടെ മരണത്തിലെ ദുരൂഹതയെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് വൈകിട്ടോടെ നാടകീയമായി ദില്ലി ദ്വാരകയിൽ നിന്ന് 2 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പളനിസ്വാമി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്കും തെഹൽക്കയിലെ മാധ്യമപ്രവർത്തകൻ മാത്യു സാമുവലിനും എതിരെ കേസ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം വിവാദ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങാനാണ് DMKയുടെ നീക്കം. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതകളുണ്ടെന്ന ആരോപണവുമായി തമിഴ്നാട് നിയമമന്ത്രി നേരത്തെ രംഗത്തെത്തിയിരുന്നു. ജയലളിതയെ ആൻജിയോഗ്രാമിന് വിധേയമാക്കാനുള്ള തീരുമാനം ആരാണ് എതിർത്തത്? എവിടെയോ കള്ളക്കളി നടന്നിട്ടുണ്ട്, അതിൽ കേസെടുക്കണം. അവരുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരാൻ കേസ് വേണമെന്നും അവരുമായി ബന്ധപ്പെട്ടവരെക്കുറിച്ച് അന്വേഷണം വേണമെന്നും ഷൺമുഖം ആവശ്യപ്പെട്ടു. 2016 ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സമയത്ത് ശരിയായ പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ ജയലളിത ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നുവെന്നും വിദേശത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം പോലും അട്ടിമറിക്കപ്പെട്ടുവെന്നും CV ഷോൺമുഖം പറഞ്ഞു. 2016 ഡിസംബർ 5-നാണ് ജയലളിത മരണമടഞ്ഞത്. അവരുടെ മരണത്തെക്കുറിച്ച് അന്വേഷണത്തിന് ഒരു അന്വേഷണ കമ്മീഷനെ AIADMK സർക്കാർ നിയോഗിച്ചിരുന്നു. ജയലളിതയ്ക്ക് നൽകിയ ചികിത്സയിൽ പിഴവുണ്ടായിരുന്നുവെന്ന കമ്മീഷന്റെ അഭിഭാഷകൻ ഒരു ഹർജിയിൽ വ്യക്തമാക്കിയതായി വാർത്താ ഏജൻസിയായ PTA റിപ്പോർട്ട് ചെയ്തിരുന്നു. ജയലളിത ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അപ്പോളോ ആശുപത്രിയുമായി ആരോഗ്യ സെക്രട്ടറി J. രാധാകൃഷ്ണൻ ഗൂഢാലോചന നടത്തിയിരുന്നുവെന്നും അനുചിതമായ ചികിത്സയാണ് അവർക്ക് നൽകിയിരുന്നതെന്നുമാണ് കമ്മീഷൻ അഭിഭാഷകന്റെ വെളിപ്പെടുത്തൽ. അന്നത്തെ ചീഫ് സെക്രട്ടറിയായിരുന്ന P. രമാമോഹന റാവു മനഃപൂർവ്വം തെറ്റായ തെളിവുകളാണ് നൽകിയതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. എന്നാൽ ആശുപത്രിയും ആരോഗ്യ സെക്രട്ടറിയും ഇക്കാര്യം നിഷേധിച്ചു. ശനിയാഴ്ച ലണ്ടനിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ റിച്ചാർഡ് ബെയിലിന് കമ്മീഷൻ സമൻസ് അയച്ചു. ജയലളിതയെ 2016 സെപ്റ്റംബറിൽ ആശുപത്രിയിൽ പ്രവേശിച്ച ശേഷം ലണ്ടൻ ബ്രിഡ്ജ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന റിച്ചാർഡ് ബെയിൽ പലപ്പോഴായി ആശുപത്രി സന്ദർശിച്ചിരുന്നു. 2017 ഡിസംബർ 5-നാണ് 75 ദിവസത്തെ ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം ജയലളിത മരിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.